എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള പുഴയാണ് ട്ടോ, പെരിയാറാണ്, പെരിയാർ. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാനൊക്കെ പറ്റും. പിന്നെ അവിടെ പറമ്പുകളൊക്കെ ഇതുകൊണ്ടിട്ട് ഒരു ചെറിയ പൊട്ടും പൊടിയും പോലെയൊക്കെ കാണുള്ളൂ. നമ്മുടെ റോഡ് കടന്നു കഴിഞ്ഞാൽ ഒരു പറമ്പിൽ കൂടി കയറി വരുമ്പോഴേക്കും പുഴയായിട്ടാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വരാറൊന്നുമില്ല. ഇതേമാതിരി ആരെങ്കിലുമൊക്കെ വരുമ്പോഴൊക്കെ വരുള്ളൂ. പണ്ട് ഞാൻ വന്നിടക്കൊക്കെ നമ്മളിവിടെയൊക്കെ വന്ന് കുളിച്ചിട്ടൊക്കെ ഉണ്ട്, അലക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് വരാനായിട്ട് ഇത്തിരി ഭയം തോന്നും. അങ്ങനത്തെ ഒരു ഏരിയയാണത്. ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല കാടും പടലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ടിട്ട് അവർക്കൊരു രസമാവട്ടെ എന്ന് കരുതി നമ്മൾ വന്നതാണ്. കുഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അറിവ് വെച്ചിട്ട് ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടിട്ടേ. അപ്പം അവനൊന്ന് നമ്മളോട് മയക്കാൻ വേണ്ടിക്കൊണ്ടാണ് നമ്മൾ ഈ പുഴയിലൊക്കെ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞപ്പോൾ ഓടി വന്നത് കേട്ടോ. അങ്ങനെ വന്നതാണ്. ഇപ്പോൾ വെള്ളം തെളിമയൊക്കെയുണ്ട്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കലക്കലൊക്കെ ഇരിക്കും കേട്ടോ. അപ്പം ഞാൻ വഴുക്കലൊക്കെ ഉണ്ടെങ്കിലാന്ന് കരുതിയിട്ട് നമ്മൾ ഇറങ്ങിയൊന്നുമില്ല. തിട്ടയിൽ നിൽക്കുകയേ ചെയ്തോളൂ കേട്ടോ. അവിടെ അത്ര വലിയ പ്രശ്നമില്ല. ഇപ്പോൾ ചേട്ടൻ നിൽക്കണോടത്ത് അത്ര വലിയ പ്രശ്നമില്ല. ഇത്തിരി കൂടിയൊക്കെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ വഴുക്കലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഇന്ന് മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫാണ് കേട്ടോ. ഇപ്പം രാവിലെ പോയി വാങ്ങിക്കണം, അല്ലെങ്കിൽ നല്ല പീസുകളൊക്കെ കിട്ടില്ല. പക്ഷെ ഇന്ന് ചേട്ടന് ഇത്തിരി വൈകിയാണ് പോയി വാങ്ങിച്ചത്. അതുകൊണ്ട് നെയ്യ് ഇത്തിരി കൂടുതലുണ്ടായിരുന്നോ എന്ന് എനിക്കൊരു ഡൗട്ട് കേട്ടോ. ഡൗട്ടല്ല, ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാലോ, വെള്ള കളറില്ല. അപ്പം എന്നോട് പറഞ്ഞു നെയ്യ് എടുത്ത് മാറ്റിയിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ നെയ്യ് ഇത്തിരി കിടക്കുമ്പോഴേ നമ്മുടെ ബീഫിനൊക്കെ ഇത്തിരി ടേസ്റ്റ് വരണമെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാത്രം കഴുകാനേ ബുദ്ധിമുട്ടുന്നുള്ളൂ കേട്ടോ. ഇതിങ്ങനെ തണുത്ത് കഴിയുമ്പോഴേക്കും ഐസ് പോലെ ഇങ്ങനെ ഉറഞ്ഞിരിക്കുമല്ലോ പാത്രത്തുമ്മയൊക്കെ. ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സംഭവം ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇന്ന് നമ്മൾ കുറേ നാളെത്തി ബീഫ് മേടിച്ചാണ്. മിക്കപ്പോഴും ഈ ചിക്കൻ തന്നെ വെച്ച് മടുപ്പായി. മടുപ്പെന്ന് പറയണേയില്ല കേട്ടോ, നമുക്കത് അതെങ്കിലും കിട്ടണ്ടല്ലോ എന്ന് വിചാരിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ചിക്കൻ എന്ന് പറഞ്ഞാൽ ചൂടാണല്ലോ, ശരീരത്തിന് ചൂടായതുകൊണ്ട് നമ്മളിങ്ങനെ ആഴ്ചയിൽ വാങ്ങിക്കുമ്പോൾ അത്ര നല്ലതല്ലാത്തതും കൊണ്ടിട്ട് ഇത്തവണ ബീഫിലോട്ട് മാറ്റി പിടിക്കാമെന്ന് കരുതി. അപ്പം അങ്ങനെ ബീഫ് മേടിച്ച്. പിന്നെ താറാവ് നല്ലതാണ് കേട്ടോ. താറാവിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് മേടിക്കാൻ അങ്ങ് മഞ്ഞുമ്മ വരെയും പോകണമല്ലോന്ന് കരുതിയിട്ട് നമ്മളത് അങ്ങനെ ഒഴിവാക്കി. അപ്പം ഇത് വെക്കണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും 2 മുളകും കീറിയിട്ടിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിടുക. ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, ഇതൊക്കെ കൂടി ഇട്ടിട്ട് ഒരു 4 വിസിൽ ചെറിയ തീയിലിട്ടിട്ട് 4 വിസിലടിക്കും. 4 അടിക്കണ്ട, ശരിക്കും പറഞ്ഞാൽ 3 അടിച്ചാൽ മതി. പിന്നെ നമ്മൾ ചില ബീഫിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേവ് ഉണ്ടാവും, ചിലതിന് വേവ് കുറവായിരിക്കും. അപ്പം അത് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പം ഞാൻ 4 അടുപ്പിച്ചുള്ളൂ. എന്നിട്ട് നമ്മൾ വാങ്ങി വെക്കണേന പിന്നെ ചൂടിലിരുന്ന് ചൂടല്ല, ആവിയിലിരുന്ന് ഇങ്ങനെ വെന്തോളും കുറച്ച്. ഞാൻ വെച്ചിട്ടൊരു 4-ാമത്തെ വിസിലിന് എടുത്തപ്പോഴേക്കും ഓക്കെ ആയിരുന്നു. പിന്നെ ഇതിപ്പോൾ അങ്ങനെ സൂപ്പ് എന്നും പറഞ്ഞിട്ട് കൊച്ചു ഇങ്ങനെ ഉപ്പിൽ വെന്തതെടുത്ത് കഴിക്കും കേട്ടോ. അത് ഞാനും കഴിക്കും. നല്ല ടേസ്റ്റല്ലേ ശരിക്കും പറഞ്ഞാൽ ഉപ്പിൽ വെന്ത ബീഫ് കഴിക്കാനായിട്ട്. അപ്പം ഇനി ഇത് വെക്കണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാള ഒരു രണ്ട് ചെറിയ സവാള, ചെറുതെന്ന് പറഞ്ഞാൽ ചെറുതല്ല, ഒരു ഇത്തിരി ഇടത്തരം സവാള, പിന്നെ മുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, ഇതൊക്കെ ഇട്ട് അങ്ങോട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ പൊടികൾ ഇടുകയാണ് ചെയ്യണത്. പൊടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, പിന്നെന്താണ്
ഒരു 1/4 ഭാഗം മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മസാലപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. ഇതൊക്കെ കൂടി ഞാൻ എടുത്തൊരു പാത്രത്തിലാക്കി വെച്ചേക്കും കേട്ടോ, ഒരു തട്ടിൽ എടുത്ത് വെച്ചേക്കും. അപ്പം പിന്നെ നമ്മൾ അന്നേരം കിടന്ന്, അതായത് പൊടി ഇടാൻ നേരം ആകുമ്പോഴേക്കും നമ്മൾ കിടന്ന് ഓടേണ്ട ആവശ്യമില്ലാത്ത, അങ്ങനെ വേണ്ടല്ലോ. അപ്പോൾ അത് കരുതിയിട്ട് നമ്മൾ ഇതെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പാത്രത്തിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് കൊട്ടിയിട്ടാൽ മതി. എന്നിട്ട് നമ്മളൊരു സ്വല്പം വെള്ളം ചേർക്കുക, അതായത് ആ ബീഫ് വെന്ത വെള്ളം തന്നെ കുറച്ച് ചേർത്തിട്ടൊന്ന് വഴറ്റുക. കാരണം ഞാനിപ്പോൾ വെളിച്ചെണ്ണ കുറവാണ് ഒഴിച്ചേക്കണേ. എന്താണെന്ന് വെച്ചാൽ ബീഫിൽ നന്നായിട്ട് നെയ്യുള്ളത് കൊണ്ട് ഇതിൽ വെളിച്ചെണ്ണ കുറച്ചാണ് ഒഴിച്ചേക്കണത്. അപ്പം ഇത് വഴണ്ടി വരാനായിട്ടുള്ള സ്വല്പം ആ മുകളിലത്തെ നെയ്യ് അടങ്ങിയ വെള്ളം എടുത്ത് ഇതിലോട്ട് ഒഴിച്ചു. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ തക്കാളി ഇട്ട് വഴറ്റുകയാണ് ചെയ്യുന്നത്. ആ തക്കാളി ഇട്ട് വഴറ്റി ഇനി നമ്മൾ ആ ബീഫ് അതിലോട്ട് കൊട്ടിയിടും. ഇത്രേ ഉള്ളൂ പണി. ഇപ്പം ചിക്കൻ വെക്കണ രീതിയും ഇത് തന്നെയാണ്, ബീഫ് വെക്കണ രീതിയും ഇത് തന്നെയാണ്. പിന്നെ രണ്ടും രണ്ട് ടേസ്റ്റാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഇത്തിരി വെള്ളം കൂടുതലാണ് കേട്ടോ. കാരണം ഇവിടെ സൂപ്പ് വേണമെന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ഞാൻ കൊച്ചിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി വെള്ളം കയറ്റി വെച്ചതാണ്. ആൾക്ക് ഇങ്ങനെ ബ്രെഡിൻ്റെ ഒപ്പമൊക്കെ കഴിക്കണ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഉപ്പിൽ വെന്തത്. അത് കണക്കാക്കി നമ്മൾ ഇത്തിരി വെച്ചത്. ഇത് ഇനി വറ്റിച്ചെടുക്കുമ്പോഴാണ് ടേസ്റ്റ് വേണേ കേട്ടോ. അപ്പം ഇതിനി വറ്റിച്ചെടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ വേറെ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല, കാരണം ഇത് ഇന്നത്തെ വീഡിയോ ഇതിൽ തന്നെ ലെങ്ത്ത് കൂടുതലാണ്. അപ്പം അതുകൊണ്ടിട്ട് നമ്മളിനി വേറെ എടുത്ത വീഡിയോ ഒന്നും ഇതിലോട്ട് ചേർത്തിട്ടില്ല കേട്ടോ. ഇതേ നോക്കൂ, ഇതിനി വറ്റി വരും കേട്ടോ. ഇതിനി നന്നായിട്ട് തിളപ്പിക്കും. ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഒന്ന് വറ്റിച്ചെടുക്കുന്നത്. അടിയിലൊന്നും പിടിക്കില്ല. ഈ എന്താണ്, ഇതിനെന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിരിയാണി പൗഡറാണ്. അപ്പോൾ ഇതിലങ്ങനെ അടിയിലൊന്നും പിടിക്കില്ല, അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇടാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം തീരെയാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാം. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.